അപ്പം ഗൈസ് ഇതാണ്ട് ഇന്ന് 2 ചോറ് കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. ചോറ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ്, പാർട്ടി പ്രവർത്തകരുടെ വകയായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ 2 ചോറാണ് അവർ പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ 2 ഇല വാട്ടിയിട്ടുണ്ട്. ഇലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് ഗൈസ്, ഭയങ്കര ക്ഷാമമാണ്. ഇവിടെ ഇലയില്ല, വാഴയില്ല. അപ്പം വീട്ടിൽ നിന്ന് 2 ഇല കൊണ്ടുവന്നത്, പക്ഷെ രണ്ടും പൊട്ടിയ അങ്ങും ഇങ്ങുമൊക്കെ കീറിയതായിരുന്നു. അപ്പം എന്നാണ്ട് നമ്മളിനി അടുത്ത് വയ്ക്കാൻ പോകുന്ന അമരയ്ക്കാത്തോരനാണ് കേട്ടോ. അമരയ്ക്കയും ഉള്ളിയും കൂടി ഇട്ട് തോരൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അമരയ്ക്കാത്തോരൻ വെച്ചു. പിന്നെ ദാണ്ട് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി ഇല്ലാത്ത സദ്യ ഇല്ലല്ലോ. നമ്മൾ എപ്പം പൊതിച്ചോറുണ്ടാക്കിയാലും അതിനകത്തൊരു ചമ്മന്തി വേണം, അതൊരു മസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇത് നമ്മുടെ മുട്ട പൊരിച്ചതാണ് കേട്ടോ. മുട്ട പൊരിച്ചതും 2 ഇലയിലും സെയിം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കിവിടെ മെയിനായിട്ട് മത്തിയാണ് കേട്ടോ കിട്ടിയതും. പൊടി മത്തിയായിരുന്നു. എൻ്റെ ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ് ഗെയ്സ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട്. അപ്പം മത്തി വെച്ച് മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നാരങ്ങ അച്ചാറാണ് കേട്ടോ. നാരങ്ങ അച്ചാറും ഓരോ കഷ്ണം വീതം 2 ഇലയിലും വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ മത്തി ഞാനത് ഇലിമ്പിക്ക ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറി പോലെ. അപ്പോൾ അത് നമുക്ക് ഓരോ കവറിനകത്തായിട്ട് 2 കവറിനകത്തായിട്ട് ഒഴിച്ചിട്ടുണ്ട്, സെയിം പോലെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി നമ്മൾ ചോറിനകത്ത് തന്നെയാണ് കേട്ടോ എല്ലാ ഐറ്റവും വെച്ചേക്കുന്നത്. നമുക്ക് ഇലയുടെ ക്ഷാമം കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഇലയ്ക്കകത്തൊക്കെ ആയിട്ട് വെച്ചേനായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കറികൾ. അപ്പം ഇത് കണ്ടേ പൊതിയെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി പൊതിയാനൊന്നും അറിയത്തില്ലെങ്കിലും ഇല പൊട്ടിയും കൂടി ഇരിക്കുന്നതാണ് ഒരു പേടിയായിരുന്നു, പൊട്ടി പോകുമെന്നുള്ള. അങ്ങനെ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് സംഭവം. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട. അങ്ങനെ തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ആൾക്കാർ വരും ഇത് മേടിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാം കൊടുത്തു വിട്ടാൽ മതി. 2 ചോറേ അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതാണ്ട് ചോറെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ.